ഇന്നത്തെ അറിയിപ്പുകൾ. നോർക്ക റൂട്ട്സ് നെയിം പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് സ്ഥാപനങ്ങളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. തിരിച്ചെത്തിയ പ്രവാസി കേരളീയർക്ക് നാട്ടിലെ സംരംഭങ്ങളിൽ തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് നെയിം. റൂട്ട്സിന്റെ നെയിം പദ്ധതിയിൽ എംപ്ലോയർ കാറ്റഗറിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് താൽപ്പര്യമുള്ള വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. നോർക്ക റൂട്ട്സ് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും തെരഞ്ഞെടുത്ത പ്രവാസി കേരളീയരെ നിയമിക്കുന്ന തൊഴിലുടമയ്ക്ക് പ്രതിവർഷം പരമാവധി 100 തൊഴിൽ ദിനങ്ങളിലെ ശമ്പള വിഹിതം പദ്ധതി വഴി ലഭിക്കും. സഹകരണ സ്ഥാപനങ്ങൾ, ESI, EPF, ഉദ്യം രജിസ്ട്രേഷനുള്ള സ്വകാര്യ പബ്ലിക് ലിമിറ്റഡ് LLP കമ്പനികൾ, അംഗീകൃത സ്റ്റാർട്ടപ്പുകൾ എന്നിവയ്ക്ക് രജിസ്റ്റർ ചെയ്യാം. ദിവസവേതനത്തിന്റെ 50% അല്ലെങ്കിൽ പരമാവധി 400 രൂപ. ഇതിൽ ഏതാണോ കുറവ് അത് ശമ്പള വിഹിതമായി തൊഴിലുടമയ്ക്ക് ലഭിക്കും. ഇക്കാര്യത്തിൽ നിബന്ധനകളും വ്യവസ്ഥകളും ബാധകമാണ്. ഒരു സ്ഥാപനത്തിന് പരമാവധി 50 പേരെ വരെ ശമ്പള വിഹിതം ലഭ്യമാക്കി നെയിം പദ്ധതി പ്രകാരം നിയമിക്കാനാകും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ആശ്വാസകിരണം പദ്ധതിയുടെ നടത്തിപ്പിനായി 17,64 ലക്ഷം രൂപ നൽകാൻ സർക്കാർ അനുമതി. തുക അർഹരായ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമായ വിധം കിടപ്പിലായ രോഗികളെയും മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗങ്ങളുള്ളവരെയും പരിചരിക്കുന്നവർക്ക് സർക്കാർ നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് ആശ്വാസകിരൺ. പ്ലാൻ ഫണ്ടിൽ നിന്ന് 3-4 മാസം കൂടുമ്പോഴാണ് ഒരുമിച്ച് തുക അനുവദിക്കുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റ് വിഹിതത്തിൽ പദ്ധതിയുടെ നടത്തിപ്പിനായി 2 ഗഡുക്കൾ നൽകിയിരുന്നു. ഭരണാനുമതി ലഭിച്ച 37.64 കോടി രൂപയിൽ 20 കോടി രൂപയാണ് 2 ഗഡുക്കളായി വിതരണം ചെയ്തത്. ബാക്കി തുകയാണ് ഇപ്പോൾ നൽകാൻ അനുമതിയായിരിക്കുന്നതെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഗവേഷണ സംരംഭങ്ങളിൽ സഹകരിക്കുന്നതിന് KSEB വിവിധ സംഘടനകളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു. വൈദ്യുതി സംവിധാനങ്ങൾ നവീകരിക്കുന്നതിനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സാങ്കേതിക വെല്ലുവിളികളെ നേരിടുന്നതിനും നവീകരണത്തിനുമായാണ് വിവിധ ഗവേഷകർ, വ്യവസായ വിദഗ്ധർ, ഗവേഷണ സംഘടനകൾ എന്നിവരുമായി KSEB സഹകരിക്കുന്നത്. പുനരുപയോഗ ഊർജ്ജ സംവിധാനങ്ങൾ, കാലാവസ്ഥാ പ്രതിരോധ മാർഗങ്ങൾ എന്നിവയ്ക്കായി നൂതന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. മൺസൂൺ മൂലമുണ്ടാകുന്ന ഡിമാൻഡ് ഏറ്റക്കുറച്ചിലുകൾ, വെള്ളപ്പൊക്ക പ്രതിരോധശേഷി, ഹൈബ്രിഡ് പുനരുപയോഗ സംവിധാനങ്ങൾ തുടങ്ങിയ കേരളത്തിന്റെ പ്രത്യേക വെല്ലുവിളികളെ നേരിടാനുള്ള നൂതനാശയങ്ങൾ KSEB ക്ഷണിക്കുന്നു. അയക്കുന്ന നിർദ്ദേശങ്ങളിൽ സാങ്കേതികവും സാമ്പത്തികവുമായ വിശദാംശങ്ങളും ഫണ്ടിംഗ് ആവശ്യകതകളും നിക്ഷേപിക്കാനുള്ള സന്നദ്ധതയും നിർദ്ദിഷ്ട ഫോർമാറ്റിൽ ഉൾപ്പെടുത്തണം. തിരഞ്ഞെടുത്ത പ്രോജക്റ്റുകൾക്ക് പൂർണ്ണമായോ ഭാഗികമായോ ധനസഹായം ലഭ്യമാക്കും. നിർദ്ദേശങ്ങൾ ഏപ്രിൽ 5-നകം നൽകണം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ബംഗളൂരു മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഒഴിവുകൾ. ട്രെയിൻ ഓപ്പറേറ്റർ തസ്തികയിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചത്. ആകെ 50 ഒഴിവുകളുണ്ട്. 5 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. 10ാം ക്ലാസും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ടെലികമ്മ്യൂണിക്കേഷൻസ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും ബന്ധപ്പെട്ട മേഖലയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. അപേക്ഷകരുടെ പ്രായം 38 വയസ്സിൽ കവിയാൻ പാടില്ല. 35,000 മുതൽ 82,660 രൂപ വരെയാണ് ശമ്പളം. ഏപ്രിൽ 4 ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി.